അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൈ ബിലോവഡ് സിസ്റ്റേഴ്സ്, ഇന്നത്തെ നമ്മുടെ വിഷയം, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് 3 ടൈപ്പ് ബോഡീസ് ആണ് അല്ലെ, ശരീരപ്രകൃതിക്കാരാണ്. അതിലൊന്ന് അമിതവണ്ണം, ഒബീസിറ്റി, ഒരുപാട് തടിച്ചവര് അല്ലെ, ഒരു രക്ഷയില്ല അവരെ കൊണ്ട്. അവരെന്തന്നെ ചെയ്തിട്ടും മെലിയുന്നില്ല, അത്തരക്കാരെ ഒബീസിറ്റിക്കാര് അല്ലെ. ഒന്ന് സ്കെൽട്ടൻ, വല്ലാണ്ട് മെലിഞ്ഞിട്ട് കാണുമ്പോൾ ഒരു വല്ലാത്ത വൃത്തികേടും ക്ഷീണവും ഒരു ഭംഗിക്കുറവും ഒക്കെ തോന്നുന്നവര്. 2, നോർമൽ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു മീഡിയക്കാരല്ലേ, മധ്യത്തിൽ നിൽക്കുന്നവര്. ഇതില് ഫസ്റ്റും തേർഡും അല്ലെ സെക്കൻഡും, തടിച്ചവരും മെലിഞ്ഞവരും ഒരേപോലെ അനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങളാണ് ഇപ്പൊ ഇവിടുത്തെ വിഷയം അല്ലെ. ഇപ്പൊ ഞാനൊക്കെ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ 2 സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ് ഞാൻ എന്നതുകൊണ്ട് തന്നെ എനിക്കിത് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും അല്ലെ. അപ്പൊ നമ്മള് എന്നിട്ട് ആദ്യം തന്നെ നമുക്ക് ഒബീസിറ്റിയെ കുറിച്ച് ചിന്തിക്കാം അല്ലെ. പിന്നെ ഒബീസിറ്റി പറയുന്നതിന് മുമ്പ് ആ നോർമൽ ബോഡി പ്രകൃതക്കാരൻ ഒരു വലിയൊരു കഴിവ് വെച്ചാൽ അവർ എത്ര കഴിച്ചാലും തടിക്കില്ല അല്ലെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അൽഹംദുലില്ലാഹ്. അങ്ങനെ ഒരുപാട് ആളുകളെ നമ്മുടെ സമൂഹത്തിൽ കാണാം. എനിക്കറിയാവുന്ന ഒരു ആളുണ്ട്, ഒരു പെൺകുട്ടി, 40 വയസ്സായി. എത്ര ഫുഡ് കഴിച്ചാലും, നമുക്കൊക്കെ ഒരു ഫുൾ ബിരിയാണി വാങ്ങിയ 2 നേരം 2ന്റെ അധികം കഴിച്ചാലേ ആ ഫുൾ ബിരിയാണി തീർക്കാൻ പറ്റും, അത്രയൊന്നും കഴിക്കാൻ പറ്റില്ല. പക്ഷെ ഇവരൊക്കെ എന്തൊക്കെ കഴിച്ചാൽ, പൊരിച്ചത് കഴിച്ചാലും കഴിച്ചത് എന്ത് തിന്നാലും തടിക്കൂല. ഒരു മീറ്റർ ഓടാത്ത വണ്ടി പോലെയാണ് അല്ലെ. മീറ്റർ ഓടാത്ത ഓട്ടോറിക്ഷ കയറിയാൽ നമ്മൾ എത്ര ദൂരം പോയാലും അതിൽ പൈസ കാണിക്കൂല, അതുപോലാണ്. അപ്പൊ അവര് അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ്, അവര് അള്ളാഹുവിന്റെ അനുഗ്രഹീതരായ അടിമകളെന്ന് വേണം പറയാൻ അല്ലെ. പക്ഷെ ഇതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും, തടിച്ചവരും മെലിഞ്ഞവരും ഒരുപോലെ ടെൻസ്ഡ് ആണ്, ഡിപ്രസ്ഡ് ആണെന്ന് വേണം പറയാൻ അല്ലെ. പല വിഷയങ്ങളിലും, അതായത് ആൾക്കാരുടെ ഇടയിൽ ബോഡി ഷെയ്മിങ്ങും കളിയാക്കലും, ഡ്രസ്സ് ഇട്ടാലും എന്താ, പിന്നെ ചിലർ ചോദിക്കും ഉന്നം നിറച്ചതുപോലെയാണോ, ചിലർ ചോദിക്കും കിടക്ക അറച്ചതുപോലെയാണോ, മറ്റു ചിലർ ചോദിക്കും നിങ്ങൾക്ക് എവിടുന്ന റേഷൻ അല്ലെ. അങ്ങനെ പലവിധ ബോഡി ഷേമിങ്ങിലൂടെ കടന്നിട്ട് വേണം അവര് വരാൻ. അവർക്കാണെങ്കിൽ ഒരുവിധം ഡ്രസ്സൊന്നും എടുത്താൽ വീതി നീളവും ഉണ്ടാവില്ല. സാധാരണ റെഡിമെയ്ഡ് ചുരിദാറുകളൊന്നും ഇടാനും പറ്റൂല. പർദ്ദകളൊക്കെ ആണെങ്കിൽ ഭയങ്കര വീതി ഉള്ളത് വേണം. അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ അവർ സഹിക്കുന്നുണ്ട്. മാത്രമല്ല അവർക്ക് എപ്പോഴും പേടിയാണ്, എനിക്ക് ഇനി സൂക്കട് വരുമോ, തടി കൂടിയതല്ലേ, വേറെ എന്തെങ്കിലും വരുമോ, അങ്ങനാവോ ഇങ്ങനാവോ, പ്രഷർ വരുമോ, ഷുഗർ വരുമോ, ഒരു ഭാഗത്ത് കിടന്നു പോയി ആർക്കെങ്കിലും പൊന്തിക്കാൻ പറ്റുമോ, അങ്ങനെ 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 ഒരു 100 കൂട്ടം കാര്യങ്ങൾക്ക് അവർ അടിമകളാണെന്ന് വേണം പറയാം. മാത്രമല്ല അവര് എന്താ പറയണ്ടേ, അവർക്ക് പുറത്തിറങ്ങാനും ആളുകളെ കൂട്ടത്തിൽ സഞ്ചരിക്കാനും ഒക്കെ മടിയുള്ള ആൾക്കാർ ഒരുപാട് എനിക്കറിയാം അല്ലെ. ഈ വിഷയത്തിൽ ഭയങ്കര പ്രശ്നമായിട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളെ അറിയാം. എന്നാൽ നമുക്ക് ഇതേ തടിയും മണ്ണും ഒക്കെ വെച്ച് തന്നെ എങ്ങനെ ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാം എന്ന് നോക്കാം അല്ലെ. ഈ ക്ലാസ്സിൽ 3 കൂട്ടരുടെ മനസ്സിലും ലഡു പൊട്ടുന്നു അല്ലെ. എല്ലാവർക്കും തന്നെ ഒട്ടും വിഷമമില്ലാത്ത രീതിയിലാണ് ഇതിന്റെ ഒരു അവതരണം. നിങ്ങൾക്ക് കേട്ട് നോക്കിയാൽ മനസ്സിലാവും അല്ലെ. അപ്പൊ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആല കനിഞ്ഞനുഗ്രഹിച്ചു തന്നിട്ടുള്ള അള്ളാഹു അഹ്സനുൽ ഖാലിഖീനാണ് അല്ലെ. ഏറ്റവും ഉത്തമമായ രീതിയിൽ സൃഷ്ടിക്കുന്നവനാണ്. അത്തരത്തിലുള്ള ഒരു അള്ളാഹുവിന്റെ മെയ്ഡാണ് നമ്മൾ അല്ലെ. അങ്ങനത്തെ ഒരു സാധനം അള്ളാഹു മെയ്ഡ് ചെയ്തൊരു സാധനം, അതെങ്ങനെ ചിത്തായി പോകുന്ന ഒരിക്കലും ഇല്ല അല്ലെ. അത് നമ്മളെ തോന്നല് മാത്രമാണ്. എനിക്ക് തടിയാണ്, എനിക്ക് വണ്ണാണ്, മുഖം അങ്ങനെ. പക്ഷെ ഇത് മോഡേൺ സയന്റിസ്റ്റ് ഒരുപാട് ഹെൽത്ത് വൈസ് റിസർച്ചുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പം യൂട്യൂബ് ധാരാളമായിട്ട് അവൈലബിൾ ആയ ഈ കാലഘട്ടത്തിൽ എന്തിനും പോകാൻ വഴിയുണ്ട് അല്ലെ. എന്തിനും എവരി പാർട്ട് റിഡക്ഷൻ നടക്കുമെന്നാണ് ചിലർ പറയുന്നത്. ചിലർ അതിനെ നിരാകരിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ബോഡി പാർട്സ്, ഇനിയിപ്പൊ കൈവണ്ണം കുറയ്ക്കണോ, കാലുവണ്ണം കുറയ്ക്കണോ, സൈഡ് ബെല്ലി, 2 ഊരഭാഗത്ത് തടിക്കുന്ന പ്രസവം കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് സാധാരണയായിട്ട് വരുന്നതാണ് ആ ഭാഗത്ത് തടി. അങ്ങനെ 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 എവിടെ വേണമെങ്കിലും തടി കുറയ്ക്കാനുള്ള പല ഓപ്ഷൻസും അവൈലബിൾ ആണ്. എന്നാലും ഞാൻ പ്രത്യേക ഒരു കാര്യം ചോദിക്കുകയാണ്, ഈ തടിയന്മാരോടൊപ്പം തന്നെ ചേർത്ത് പറഞ്ഞിട്ടുള്ള ഒരു ക്വാളിറ്റി ആണിത്. അൺമ്യൂട്ട് ചെയ്തു കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തു കൊടുക്കുക. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? തടിന്റെ കൂടെ ഉള്ള ഒരു കാര്യം അത്. ആർക്കെങ്കിലും അറിയോ? അറിയോ? ഇനി മെസ്സേജ് ചെയ്താലും മതി.
തടിയുടെ കൂടെ അള്ളാഹു സൃഷ്ടിച്ചൊരു കാര്യമാണത്. അല്ലേ? തടിയുള്ളവർക്കൊക്കെ അത് ഉണ്ടാവും. മാക്സിമം ഒരുപാട് ആളുകൾക്ക് അറിയോ? ഞാൻ പറയട്ടെ. തടിയുടെ കൂടെ അറിയെങ്കിൽ മെസ്സേജ് ചെയ്തോളി. നോ. ഒരാൾ പറഞ്ഞു ഗുഡ് ഹാർട്ട്. അല്ല, എല്ലാവർക്കും അറിയുന്ന തന്നെയാണ്. നമ്മളെപ്പോഴും തമാശ പറഞ്ഞ് കളിയാക്കുന്നതാണ് അത്, തടിയന്മാരെ കുറിച്ചിട്ട്. അല്ലേ? അറിയില്ല? ഞാൻ പറയട്ടെ. തടിയന്മാരെ കൂടെ ഉണ്ടാവുന്ന ഒരു സാധനമാണ് മടി. അല്ലേ? അവർക്ക് മടിയാണ് എന്തെങ്കിലും ഒന്ന് അങ്ങോട്ട് വെക്കാനും ഇങ്ങോട്ട് വെക്കാനും. അല്ലേ? വയറും ഉണ്ടാവും. പക്ഷെ കോമൺലി നമുക്ക് പറയുകയാണെങ്കിൽ മടി, അത് അവരെ കൂടെ പറപ്പാ. ഈ തടി ഉണ്ടായിട്ട് തന്നെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നോല്, വർക്കൗട്ട് ചെയ്യുന്നോലും, വീട്ടിൽ ജോലി ചെയ്യുന്നോലും വളരെ ചിലരുണ്ട് കേട്ടോ. നന്നായിട്ട് പലഹാരവും ഭക്ഷണമൊക്കെ ഉണ്ടാകുന്നതിന്റെ ഫാമിലി തന്നെ ഓരോ ആൾക്കാരുണ്ട്. ഒരുപാട് ഫുഡൊക്കെ ഉണ്ടാക്കും. അങ്ങനെ ഫുഡിന്റെ ആവി തട്ടിയിട്ട് മെഴുക്ക് ബിരിയാണിയൊക്കെ തട്ടിയിട്ടും തടിക്കും എന്ന് പറയും. കാരണം ഈ രണ്ട് സ്ത്രീകളും വലിയ തറവാട് വീടുകളിലുള്ളവരാണ്. അവരാണ് ഒരുപാട് ഫുഡ്, ബിരിയാണി ആയാലും പലഹാരമായാലും ആരെന്ത് വന്നാലേ ഞാൻ ഏറ്റെടുത്തോളാന്ന് പറഞ്ഞൊക്കെ ചെയ്യും. അപ്പൊ നമ്മളൊരു ഇതിന്റെ മുൻപൊരു കുക്കറി ഷോ ഒക്കെ നടക്കുന്ന ഒരു നൗഷാദറ്റല്ലേനോ? അപ്പൊ അവനൊക്കെ അങ്ങനെയാണല്ലോ, ഭയങ്കര ഹെബിറ്റ് ആണല്ലോ. അപ്പൊ ഒരുപാട് ഫുഡ് കഴിച്ചിട്ടല്ല, ഫുഡ് ഉണ്ടാക്കിയാലും തടിക്കും എന്ന് അറിയുന്നുണ്ട് കേട്ടോ. ആ കൂട്ടരിൽപ്പെട്ടവരായിരിക്കാം ഈ തടിയുള്ള പെണ്ണുങ്ങളൊക്കെ. ഒരു നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും, പക്ഷെ അവർ കഴിക്കുകയൊന്നുമില്ല. പക്ഷെ അതിന്റെ ആവിയും മണവും രുചിയൊക്കെ അവളെ ബോഡിയിൽ എഫക്ട് ചെയ്യുന്നുണ്ടോ അള്ളാഹു ആലം. അതിന്റെ സൈക്കോളജിക്കൽ വശം എന്താണെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെയും ചിലരുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം തടി കൊണ്ടുള്ള ദോഷങ്ങൾ അത് നമുക്ക് ഭാവിയിലേക്ക് എങ്ങനെ ബാധിക്കും? നമ്മളാണെങ്കിൽ ആകെ ഇല്ലാത്ത ഡിപ്രഷനൊക്കെ ആ കാരണം കൊണ്ട് ഉണ്ടാക്കി വെക്കൂലേ? തടി എന്താവോ, ഇങ്ങനെ അണിച്ചേർക്കാൻ പറ്റുമോ, കാലുവേദന വരുമോ, അങ്ങനെയൊക്കെ അല്ലെ? സ്വാഭാവികമായും ഉണ്ടാകുന്ന ചില സംശയങ്ങളാണെന്ന് വേണം പറയാനില്ലേ? കാലുവേദനയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും, ഹാർട്ട് അറ്റാക്കും അങ്ങനെ കണ്ട കാര്യങ്ങളൊക്കെ. അപ്പം പിന്നെ ഞാൻ ഒരു 100 കിലോന്റെ അടുത്തുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവര് നല്ല തടിയുണ്ട്, തടി കുറയ്ക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷേ പ്രഷർ, ഷുഗർ അങ്ങനെ കണ്ട ഒരു അവസ്ഥയില്ല. ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലം ഒന്നുമില്ല. അതൊക്കെ ഇടക്കിടക്ക് എക്സാം ചെയ്ത് അതൊക്കെ എന്നെ മട്ടം പോലെ കൊണ്ടെടുക്കും. മരുന്നും കുടിക്കൂല. പക്ഷെ വെയിറ്റ് ഏകദേശം 100ന്റെ അടുത്തൊക്കെ ഉണ്ട്. എന്നാലും നല്ല ധൈര്യത്തിലാണ് നടക്കുക. ഒന്നുമില്ലേ താനും ഒരു പ്രശ്നങ്ങളും ജീവിതശൈലി രോഗങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്ക് തടി ഉണ്ടെങ്കിലും ആ തടി, പക്ഷെ ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല കേട്ടോ. ഓവർ ഒബീസിറ്റി ഓർ തടി നല്ലതാന്ന് ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല. എങ്ങനെങ്കിലും മാക്സിമം നമ്മളത് കുറക്കുന്നത് തന്നെയാണ് നല്ലത്. എന്തുകൊണ്ടും ആരോഗ്യത്തിന്റെ വിഷയത്തിലാണെങ്കിലും അള്ളാഹുവിന്റെ വിഷയത്തിലാണെങ്കിലും അല്ലെ, നമുക്ക് എന്ത് കാരണമാണെങ്കിൽ പോലും അത് കുറക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമം. അല്ലെ? അതിൽ നമുക്ക് സൂറത്തുൽ അഹ്റാഫിൽ 31-ാമത്തെ ആയത്തിനെ ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ എനിക്കൊരു പേടിയായി. ഇത് ഭൗതികമായി പോയോ വിഷയം? ആളുകൾക്ക് ദുനിയാവിലെ വിഷയമാണ്. പക്ഷെ ഇപ്പൊ ഞാൻ അത് ആഖിറുമായിട്ട് കണക്ട് ചെയ്താണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്റാഫിൽ ഒരു ആയത്തിൽ പറയുന്നുണ്ട്, കൂലു വഷ്റബു വലാ തുസ്രിഫു. അല്ലെ? നിങ്ങൾ തിന്നോളൂ കുടിച്ചോളൂ, പക്ഷേ ദൂർത്ത് കളിക്കരുത്. അല്ലെ? അപ്പൊ ഒരുപാട് ഫുഡ് എന്തായാലും നല്ലതല്ല, ഒരുപാട് തടിയും നല്ലതല്ല. ഇനിയിപ്പോ തടി ഉണ്ട് എന്ന് വെച്ചിട്ട് നിങ്ങൾ വിഷമിക്കുകയും വേണ്ട. ഞങ്ങള് ഫാമിലിയിൽ ഒരു നല്ല ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അത് ആർക്ക് വേണ്ടി ഓടിച്ചാടി നല്ല വെയിറ്റാ. ഏത് കല്യാണപ്പുരയിൽ വിളിച്ചാലും അവിടൊക്കെ മൂപ്പര് പ്രസന്റ് ചെയ്യും. മാത്രല്ല അവിടുന്ന് ഒരു സ്പൂൺ അല്ലെങ്കിൽ ചോറ് തിന്നും. BP, ഷുഗർ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഭയങ്കര ഓവർ ആക്റ്റീവ് എന്ന് വേണം പറയാൻ. പക്ഷെ മൂപ്പര് മരിക്കുന്നത് എന്താ വെച്ചാല് കിടന്നിട്ടും ബുദ്ധിമുട്ടിയിട്ടും ഒന്നല്ല. പക്ഷെ സാമൂഹ്യ സേവനത്തിന്റെ ഒരു ബേസ് ആണോ എന്ന് അറിയില്ല. ഒരു ദിവസം ഒരു സുപ്രഭാതത്തില് മുറ്റത്ത് പോയി തേങ്ങ പെറുക്കിയിട്ട് ചെയ്യുമ്പോഴാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പം നമ്മൾ തടി കൂടിപ്പോയി, നമ്മളെങ്ങനാണ് മരിക്കുമ്പോൾ കിടന്നു പോവോ, അങ്ങനത്തെ ഡിപ്രഷന്റെ ഒന്നും ആവശ്യമില്ല. ബട്ട് നമ്മൾ തടി നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കണം. ഇപ്പം ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് 2 സൈഡിലാണ് ബെല്ലി അല്ലെ? ഊരമല്, ഞങ്ങളെ ഭാഷ പറഞ്ഞ ഊര എന്ന് പറയും. ആ ഭാഗത്ത് പ്രസവം കഴിഞ്ഞാൽ ഈ ആളുകൾക്കും തടി വരും. അപ്പൊ ആ ഭാഗം തടി കുറയ്ക്കുന്ന എക്സസൈസുകൾ കണ്ടിന്യൂസ്ലി ദിവസം അതന്നെ ഫോക്കസ് ചെയ്ത് ചെയ്യാം അല്ലെ? അതിന് വേണ്ടിയിട്ടുള്ള എക്സസൈസുകളുണ്ട്. പിന്നെ ചിലരൊക്കെ പറയും ഞങ്ങളെ വയറ് പോകുന്നില്ല. വെറുതെ പറയാട്ടോ, വയറൊക്കെ ശരിക്കും പോകും. എനിക്കൊക്കെ നല്ല വയറുണ്ടായിരുന്നു. ഞാനൊക്കെ ആ വയറിന്റെ എക്സസൈസ്, ആ ശ്വാസം ബ്രീത്തിങ് എക്സസൈസ് അടക്കം ഉണ്ടാവും. വയറ് പൊക്കാനുള്ള എക്സസൈസ് അതൊക്കെ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫ്ലാറ്റ് സർഫേസ് ആയി കിടക്കും വയറ്. അല്ലെ? ചുരിദാറൊക്കെ ഇട്ടാ ഭംഗി വേണമെങ്കിൽ അത്യാവശ്യം ഊരയും വയറും ഒക്കെ ഇല്ലാത്തൊരവസ്ഥ ആയിരിക്കണം. അപ്പൊ നമ്മൾ ഇതൊക്കെ നമുക്കുണ്ട്, ഇത് പോകുന്നില്ല എന്ന് പറഞ്ഞ് കരയുന്നതിൽ ഒരു അർത്ഥവും ഇല്ല.
അപ്പൊ ഞങ്ങൾ അറിയുന്ന ഒരു ആൺകുട്ടിയെ എല്ലാ ഹോട്ടലിലും പോയി ഒരുപാട് ഫുഡ് കഴിക്കുമായിരുന്നു. ഫ്രണ്ട്സിന്റെ കൂടെ ചെറുപ്പാണ്, അധികം പ്രായമൊന്നുമില്ല, 40 ആയിട്ടുണ്ടാവില്ല എന്റെ മുമ്പേ. അങ്ങനെ കഴിക്കും. അങ്ങനെ ഒരു ട്രെയിനറെ വെച്ചു അവര്. ട്രെയിനറെ ഹയർ ചെയ്തു, ശമ്പളത്തിന് 10,000. ആ ട്രെയിനർ അവനെ നീക്കപ്പുറത്തി കൊടുക്കൂല. ഓരോ സമയത്തും ആ ട്രെയിനർ പറയുന്ന ഫുഡാണ് കഴിക്കുക. ചിലപ്പോ എന്തെങ്കിലും 2 കോഴിമുട്ടയോ അല്ല ഒരു ആപ്പിളിന്റെ കഷ്ണോ, എന്നിട്ട് രാവിലെ 1 മണിക്കൂററ്റം വർക്കൗട്ട് ചെയ്യും. എന്നിട്ട് പിന്നെ അവള് പറയും പോലെ അവള് പറയുന്ന ഫുഡും അവള് പറയുന്ന ആക്ടിവിറ്റീസും അങ്ങനെ ചെയ്ത് സ്മാർട്ട് ആൻഡ് സ്മൂത്ത്, എന്തൊരു മെലിഞ്ഞ് ചെറുതായി. അപ്പം നമ്മള് തടിയന്മാര് മെലിയൂല എന്ന് പറഞ്ഞ് അടിവര ഇട്ട് വെച്ചോലൊക്കെ അടിയിലിട്ട വര മായ്ച്ചു കളയണം. ബിക്കോസ് നമ്മളിനി ഞാനൊക്കെ ചെറുതാകുമ്പോ ഉമ്മ പറയും, നീ നിർബന്ധിച്ചാ ഞാൻ എത്തിക്കും മോളെ, അങ്ങനെ ദുആ ചെയ്തു. അപ്പൊ ഉമ്മ കക്ഷി ഉദ്ദേശിക്കുന്നത് ചിലപ്പം ദുആ ചെയ്ത അള്ളാഹു തരുമായിരിക്കും എന്നാണ്. പക്ഷെ പറയലിങ്ങനെ, നീ നിർബന്ധിച്ചാ ഞാൻ എത്തിക്കും. അള്ളാഹു പറയുന്ന ഒരു വാക്കിലെ ആര് ചോദിക്കുന്നില്ലയോ അവനോട് അള്ളാഹു കോപിച്ചിരിക്കുന്നു എന്നാ പറയുന്നത്. അതുപോലത്തെ ഒരു ഫ്രേസ് ആണിത് അല്ലെ. അപ്പൊ നമ്മൾ ഞാൻ തന്നെ ഈ എല്ലാ എന്താണ് പിന്നെ പ്ലാറ്റ്ഫോമിലൂടെയും കടന്നു വന്നിട്ടുള്ള ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. കല്യാണം കഴിയുമ്പോൾ വെറും 40 kg ആയിരുന്നു. അന്ന് ഒരുപാട്, പക്ഷെ അത്യാവശ്യം നല്ല തടിയുണ്ട്, നല്ല കാണാനൊക്കെ ഭയങ്കര ലുക്കും തടിയൊക്കെ ഉള്ള. പക്ഷെ ഞാൻ അങ്ങനെ മെലിഞ്ഞിട്ട് ആൾക്കാര് വല്ലാണ്ട് ഇങ്ങനെ പറയേനു. ഒന്നാമത് ഹസ്ബൻഡ് തടിച്ചത് കൊണ്ട് തന്നെ അങ്ങനെ ഞാനുള്ള നേരമൊക്കെ ഭക്ഷണം, ബിരിയാണി തിന്നും, അത് തിന്നും, ഇത് തിന്നും, ലഹം കുടിച്ചു. അന്ന് ഒരുപാട് അള്ളാഹുവിനോട് തടിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു അല്ലെ. ആ തടി വന്നെല്ലാം കൂടി എബവ് 80 kg ആയപ്പോ അതേ ഞാൻ തന്നെ അള്ളാഹിനോട് തിരിച്ചു ദുആ ചെയ്തു, പഠിച്ചവനെ മെലിയിക്കാണ്. പക്ഷെ അന്ന് ആ ബോഡി ഷെയിം ഇന്നവരോ കളിയാക്കിയവരോ ആരും ഈ തടി കാരണം എനിക്ക് വന്നിട്ടുള്ള ഒരു അസുഖത്തിലും അവരാരും തന്നെ ഭാഗവാക്കല്ല അല്ലെ. അവരൊക്കെ അത് പറഞ്ഞ് മാറി നിൽക്കും. പക്ഷെ അതിന്റെ എല്ലാ അസാറാത്തുകൾ, ആഫ്റ്റർ എഫക്റ്റുകളും നമ്മളെ ബോഡി തന്നെയാണ് അനുഭവിക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കണം. ആൾക്കാർ പറയുന്നതൊന്നും കേട്ട് തടിയില്ലാത്തവരൊന്നും തടിപ്പിക്കാനൊന്നും പോണ്ട. ഞാനത് അനുഭവിച്ചത്. ഇപ്പൊ ഞാനത് അള്ളാഹുവിനോട് ബോഡി ഒന്ന് നോർമലൈസ് ചെയ്യണേന്ന് പറയുമ്പോൾ ഞാൻ അള്ളാഹിനോട് പറയും, പഠിച്ചവനെ ഞാനിത് തിരിച്ചു ദുആ ചെയ്തതാണ്, ഞാനിപ്പോ വീണ്ടും ഇങ്ങനെ തന്നെ നിന്നോട് ദുആ ചെയ്യുന്നു, ഞാൻ എന്താക്കും എന്നുള്ള രീതിയിൽ അള്ളാഹുവിനോട് പറയും അല്ലെ. ഇപ്പൊ തടിക്കാൻ വേണ്ടി ദുആ ചെയ്തു, തടി തന്നു, ഇപ്പൊ മെലിയാൻ വേണ്ടി ദുആ ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കുറെ ഫുഡ് കഴിച്ച് കുറെ ആയുർവേദ ലേഹ്യങ്ങളും അതും ഇതൊക്കെ അന്ന് വിവരമില്ലല്ലോ കൗമിന്. അങ്ങനൊക്കെ വാങ്ങി കഴിച്ച് ജവനപ്രാശമൊക്കെ എത്രയാ കഴിച്ചിട്ടുള്ളതെന്ന് പറയാം. അങ്ങനെ തടിച്ചത്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി തടിയുള്ളോ ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഉള്ള തടി മതി എന്ന് വിചാരിച്ചിരുന്നോളി. അതായിരിക്കും ദാലിക്കും ഹൈറുല്ലക്കും അല്ലെ, അതാണ് നിങ്ങൾക്ക് ഉത്തമം എന്ന് വിചാരിക്കാം. പിന്നെ തടി വെക്കാനുള്ള മെയിൻ കാരണങ്ങൾ എന്തെല്ലാണ് അല്ലെ. കാരണങ്ങൾ എന്തെല്ലാം നോക്കാം. അതായത് അനിയന്ത്രിതമായ ഭക്ഷണ ശീലം അല്ലെ, ഒരുപാട് ഫുഡ് കഴിക്കല്, അത് തടിക്ക്. അത് ഞാൻ പറയാൻ കാരണം എന്താ പറയാ, ഞങ്ങളെ പള്ളിന്റെ അടുത്തുള്ള ഒരു ഫാമിലി ഉണ്ട്. അപ്പൊ അവര് എന്റെ അശ്വന്റെ മോളെയൊക്കെ കൊണ്ട് പള്ളിയിൽ പോകുമ്പോ അവരിങ്ങനെ ചോദിക്കും, നിങ്ങൾ കുട്ടികൾക്ക് ചോറ് വാരി കൊടുക്കൂല, നല്ലോണം തിന്നാൻ കൊടുക്കൂല, ഇതെന്തെങ്ങനെ കുട്ടികൾ കോലം. പിന്നെ ജനറ്റിക്കലി അവരെ ഓരോരുത്തരുടെയും തടിന്റെ പുറകില് ബിഹൈൻഡ് അവരെ എന്താ പറയാ, നമുക്ക് തറവാട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു അനന്തരാവകാശമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു ബോഡി ഷേപ്പ് നമുക്ക് എന്തായാലും ഉണ്ടാവും. അപ്പൊ എന്റെ കുട്ടികളൊക്കെ രണ്ടാളും ആ ടൈപ്പാണ്, ആയിഷയും മോളൊക്കെ കേട്ടോ. അപ്പൊ അവരിങ്ങനെ ചോദിക്കും, നിങ്ങൾ ചോറൊന്നും കൊടുക്കൂല. നമ്മളെന്താ ചെയ്യാന്നറിയോ, രാത്രി മഗ്‌രിബ് ഇങ്ങോട്ടായ കുട്ടികളെ നന്നാക്കി മീൻകറി വെച്ച് സ്കൂള് വിട്ട് വന്നല്ലേ ചോറ് നന്നാക്കി കൊടുക്കും, എല്ലാരെയും പലകമേൽ ഇരുത്തിയിട്ട് അങ്ങ് കൊടുക്കുമെന്ന്. നമ്മളൊന്നും അങ്ങനെ കൊടുക്കല്ല, നിർബന്ധിച്ച് കൊടുക്കൂല, അവർക്ക് വേണമെങ്കിൽ കഴിക്കാം, ഇഷ്ടമുള്ള കഴിക്കാന്ന് മാത്രം അങ്ങനെ പറഞ്ഞേ. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ ആഫ്റ്റർ മെനി ഇയേഴ്സ് ബാക്ക് അത് കഴിഞ്ഞേരം അവരെ കണ്ടുമുട്ടി. എന്താന്നാ നിങ്ങളോട് പറയാൻ, എന്റെ എത്രയോ പ്രായത്തിൽ കുറവാണ് അവരുടെ മക്കളൊക്കെ എന്തൊക്കെയോ ജീവിത ശൈലി രോഗങ്ങൾക്ക് അടിമകളാണ്. ഭയങ്കര ഒബേസിറ്റിയും, നടക്കാനും കഴിയുന്നില്ല, പ്രഷർ, ഷുഗർ, ഹാർട്ട്, അത് ഇത് ഞാൻ പറഞ്ഞില്ല ഒരുപാട്. അപ്പം അനിയന്ത്രിതമായ ഭക്ഷണശീലം ഇതിന് വലിയൊരു
ഫാക്ടറാണ്. അതുകൊണ്ട് അത് നന്നായിട്ട് ശ്രദ്ധിക്കണം അല്ലെ. ഇപ്പൊ നമ്മളെ ഫാമിലിയിലൊക്കെ കല്യാണങ്ങളും കാര്യമൊക്കെ ഉണ്ടാകുമ്പോൾ എന്തായാലും കൊഴുപ്പുള്ള ഫാറ്റി ഫുഡ് ആയിരിക്കും കഴിക്കുക. എന്ന് വെച്ചാൽ ഒരുപാട് കഴിക്കുകയും ചെയ്യും എല്ലാ നേരവും പോകുമ്പോഴൊക്കെ. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. രാത്രിയിൽ ഓട്സ് കുടിച്ച് കിടക്കാനോ അല്ലെങ്കിൽ കക്കിരി കഴിച്ച് കിടക്കാനോ അല്ലെങ്കിൽ ഓട്സോ വെള്ളറ്റം കഴിച്ചിട്ടും അതല്ലാണ്ട് വീണ്ടും വീട്ടിൽ വന്നിട്ട് പിന്നെയും ഫുഡ് കഴിക്കരുത് അല്ലെ. ആ കഴിച്ച ഫുഡിനെ നോർമലൈസ് ചെയ്യാൻ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ഉപവാസം നല്ലതാണ്. ഈ നോമ്പ് തന്നെ, സുന്നത്ത് നോമ്പ് തന്നെ അള്ളാഹു നമുക്ക് പിന്നെ നിർബന്ധമാക്കിയിട്ടുള്ളതിന്റെ വിഷയവും അത് തന്നെയാണ് അല്ലെ. നമ്മുടെ ബോഡിയിലുള്ള എല്ലാതും. കാരണം നമുക്കറിയാം നമ്മുടെ ബോഡിയിലുള്ള ആന്തരാവയവങ്ങൾക്കൊന്നും ഒരു റെസ്റ്റും ഇല്ല. അവര് ഫുള്ള് പണിയെടുത്തുകൊണ്ടിരിക്കുക അല്ലെ. നമ്മൾ കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും രാത്രിയും പകലും ഉച്ചക്കും. നമ്മളിവിടെ കല്യാണം വിട്ട് പോയിട്ട് കുറെ നേരം ഇരുന്ന് വർത്താനം പറയുമ്പോഴൊക്കെ ആമാശയും കുടലും ഒക്കെ വർക്ക് ചെയ്യണ. അപ്പൊ അവർക്കൊരു റെസ്റ്റ് വേണമെങ്കിൽ 12 hours ഒരു നോമ്പ് ഉപവാസം ഏറ്റവും നല്ലതാണ്. പിന്നെ രണ്ടാമത്തെ കാരണം അല്ലെ, അവർക്ക് വ്യായാമക്കുറവ്. ഞാൻ പറഞ്ഞല്ലോ തടിയോടൊപ്പം മടി ഉണ്ടാകുമെന്ന്. അതായത് സമയം നല്ല തടിയന്മാര് തന്നെ അസലായിട്ട് ജിമ്മിൽ പോവുക അല്ലെങ്കിൽ ശരിക്കും വർക്കൗട്ട് ചെയ്യുന്നവരെ കണ്ടാൽ നമുക്ക് നല്ല ആയാസവും ഫീൽ ചെയ്യും. അവർക്കാണെങ്കിൽ എന്താ പറയാ, ഒരു ബോഡി ഫിറ്റ്നസ് മാത്രമല്ല, അവർക്ക് എന്തും ചെയ്യാന്നുള്ള ഒരു നൃത്തം കണ്ടാൽ നമുക്കറിയാം ഇവരിപ്പോ ആരെങ്കിലും വീണെടുന്ന അടിക്കാൻ മാത്രം കെൽപ്പുള്ളവരാണെന്ന്. അപ്പോൾ വ്യായാമക്കുറവ് ഉണ്ടെങ്കിൽ തടി ഭയങ്കരമായിട്ട് ബാധിക്കും അല്ലെ. പിന്നെ മറ്റൊരു കാരണം എന്താണ്, കൂടുതൽ സമയം മൊബൈൽ, TV മുതലായവയ്ക്ക് അഡിക്റ്റ് ആവല്. മൊബൈലും TVയും ഓൺ ചെയ്ത് വെക്കും, ചിപ്സിന്റെ പിന്നെ ടിന്നും കൊണ്ടേക്കും. അത് തിന്നുക ഇത് കാണുക, അത് തിന്നുക ഇത് കാണുക, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്യുക അല്ലെ. അതൊക്കെയാണ് ഇന്നത്തെ ന്യൂജൻ ഹോബീസ് അല്ലെ. പിന്നെ മറ്റൊരു പ്രധാന കാരണം ജനറ്റിക്കൽ പാരമ്പര്യ കാരണങ്ങൾ അല്ലെ. നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും ഒക്കെ തടിയന്മാരുണ്ടെങ്കിൽ ആ തടി നമുക്ക് പകർന്നു കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് മെലിഞ്ഞാലും തടിച്ചാലും നോർമൽ ആയാലും ഒക്കെ ഉണ്ട്. പിന്നെ സ്ട്രെസ്, മാനസിക സമ്മർദ്ദവും അത് ഹോർമോൺ കൂടാൻ കാരണമാവുകയും അത് വിശപ്പ് വർദ്ധിപ്പിക്കുകയും അതുമൂലം തടി, അതായത് മാനസികമായിട്ടുള്ള ഗുളികകളൊക്കെ കഴിക്കുന്നവർക്കും തടി കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഉറക്കക്കുറവ്, മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ക്ഷമയ്ക്കും ഉറക്കം അത്യാവശ്യമാണ്. അപര്യാപ്തമായ ഉറക്കം പ്രശ്നങ്ങൾക്ക് ശരീരഭാരം. അപ്പൊ നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കൂല അല്ലെ, ഉറങ്ങാത്തവര് തടിക്കുന്നില്ലേ. ഉറക്കക്കുറവ് തടിക്കൊരു കാരണമാണ്. പിന്നെ തൈറോയിഡിന്റെ പിന്നെ ഹൈപ്പർ തൈറോയിഡും ഹൈപ്പോ തൈറോയിഡും അല്ലെ. അത് ഒരു തൈറോയിഡ് നന്നായിട്ട് തടിച്ച് ബൾക്ക് ആവും. ഒരു തൈറോയിഡ് മെലിഞ്ഞ് കണ്ടാൽ എന്തോ ഒരു കഞ്ഞി വെക്കാത്ത വീട്ടിലുള്ളതെന്ന് തോന്നുന്ന രീതിയിൽ മെലിഞ്ഞ് വൃത്തികേടാവും. അപ്പൊ തൈറോയിഡ് ഒരു പ്രശ്നമാണ്. പിന്നെ മാനസികാവസ്ഥ അല്ലെ. അങ്ങനെ ഹൈപ്പോ തൈറോയിഡിസം വളരെ പിന്നെ ഹോർമോണിന്റെ ഇത് മൂലം കുറവ് ആവുകയും അത് പിന്നെ മെറ്റാബോളിസം വളരെ പതുക്കെ ആവുന്നു. അതുപോലെ തന്നെ മറ്റേ രണ്ട് തൈറോയിഡും പ്രശ്നക്കാരാണ്. അപ്പൊ തൈറോയിഡൊക്കെ നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നിർബന്ധമായിട്ടും അത് കൺട്രോൾ ചെയ്തേ പറ്റും. ഇൻഷാല്ലാ തൈറോയിഡിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ് പിന്നീട് ഒരിക്കൽ തരാം. പിന്നെ അമിതമായ പഞ്ചസാരയുടെ ഉപയോഗം. ഈ തടിയന്മാരിൽ അധിക പേരും തന്നെ ഷുഗർ ധാരാളമായിട്ട് കഴിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ തടി കൂടാൻ വലിയൊരു കാരണവുമാണ് അല്ലെ. അമിതമായ ഭക്ഷണം കഴിക്കല്, അമിതമായ ഷുഗർ കഴിക്കല്, വ്യായാമക്കുറവ്, ജനിതക കാരണങ്ങൾ, ചില മെഡിസിൻസ് അല്ലെ, ഈ മറ്റേ മാനസികത്തിനുള്ള മെന്റൽ സപ്പോർട്ട് മരുന്നുകളൊക്കെ കഴിക്കുന്നവർക്ക് എന്തായാലും തടി കൂടാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ചൈൽഡ്ഹുഡ് ഒബീസിറ്റി, അതായത് ചെറിയ കുട്ടികൾക്ക് വരുന്ന ഒബീസിറ്റി സ്പെഷ്യൽ ഫോക്കസ് ചെയ്യേണ്ടതാണ്. എൻകറേജ് ഔട്ട്ഡോർ പ്ലേ, അതായത് നമ്മളെ കുട്ടികൾ ഇപ്പോൾ അധികം ഒന്നൊക്കെ ഫോണിൽ അല്ലെങ്കിൽ TV അല്ലെങ്കിൽ വീട്ടിന്റെ അകത്ത് എന്തെങ്കിലും കടലാസ് കട്ട് ചെയ്ത് പരിപാടി അല്ലെ, ഹാൻഡിക്രാഫ്റ്റ്, അതാണ് അവരുടെ മെയിൻ പിന്നെ പരിപാടി. അപ്പൊ അതിനൊന്നും സമ്മതിക്കരുത്. പുറത്തുനിന്ന് കളിക്കാൻ ഇപ്പൊ വെക്കേഷൻ ഒക്കെ ആകുമ്പോൾ 4 മുതൽ 6 മണി വരെ അടുത്ത വീട്ടിലെ കുട്ടികളൊക്കെ, അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് വരരുത്, അവരോട് മിണ്ടരുത് ഇവരോട് മിണ്ടരുത് എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ മനസ്സൊക്കെ ഈ ന്യൂക്ലിയർ ഫാമിലി പോലെ തന്നെ മനസ്സ് കുടുസായിട്ടുണ്ട് അല്ലെ. അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങും, തെറ്റും, ബോളടിക്കും, കൈമുറിയും കാലുമുറിയും, അങ്ങനൊക്കെ തന്നെയാണ് കുട്ടികൾ വളരേണ്ടത് അല്ലെ. ചിലര് പറയുള്ളൂ എന്റെ കുട്ടീനെ ഞാൻ അതിനൊന്നും കൊടുക്കൂല, അങ്ങനൊന്നല്ല. നമ്മളെ കുട്ടികളും അങ്ങനെ തന്നെ കളിക്കളത്തിൽ ഇറങ്ങിയിട്ട് കളി പഠിക്കട്ടെ അല്ലെ. ചിലരതുപോലെ ആ കോളേജിൽ ചേർത്തൂല, ഈ കോളേജിൽ ചേർത്തൂല, അവിടെ ആക്കൂല ഇവിടെ ആക്കൂല എന്ന് പറഞ്ഞ് പൊന്നുപോലെ ഉള്ളനടി കൊണ്ട് നടക്കും. പക്ഷെ അവന് ജോലി കിട്ടിപ്പോകുന്ന ഏതെങ്കിലും സ്ഥലത്തേക്കാ. അപ്പൊ അവരായിട്ടൊന്നും അവന് കോംപ്രമൈസ് ആവാൻ പറ്റൂല. ആ രീതിയിലുള്ളൊരു ശീലം നമ്മൾ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ. അപ്പൊ കുട്ടികളെ പിന്നെ സ്ക്രീൻ ടൈം നന്നായിട്ട് കുറയ്ക്കുക. അപ്പൊ ഈ അടുത്തായിട്ട് ഞാനൊരു സ്കൂളിൽ കുട്ടികളെ അഡ്മിഷൻ കഴിഞ്ഞപ്പോ അവിടെ
ഇപ്പൊ കുട്ടികളായിട്ട് സംസാരിച്ചപ്പോ ഇന്നിപ്പം സാധാരണ എല്ലാ സ്കൂളിലും ഗെയിംസ് വളരെ കുറവാണ്. പക്ഷെ ആ സ്കൂളിൽ വീക്കിലി 1 ടൈം 1 പീരീഡ് അല്ല ഗെയിം, ദിവസവും ഗ്രൗണ്ട് ചുറ്റും ഓടിക്കും പോലെ. കുട്ടികൾ ലെഷൻസ് കളർ ഡിമ്മാകുന്നുണ്ട്, പക്ഷെ നല്ല എനർജി, നല്ല മെലിഞ്ഞ് നല്ല തടിയുള്ള മക്കളേനെ രണ്ടുപേരും മെലിഞ്ഞ് ലേശം കളർ ഡിമായപ്പോ ഞാൻ ചോദിച്ചു, അന്നേരം പറഞ്ഞത് ആ ദിവസം ഓടിക്കുക. അപ്പൊ നിങ്ങള് അത് ഒരു കോംപ്രമൈസും ഇല്ല, ഓടിയേ പറ്റൂ, അത് അവരുടെ നിയമമാണ്. അതുകൊണ്ട് ഞാൻ എനിക്ക് ഏറ്റവും നല്ലതാ. ഓടിക്കഴിയുമ്പോ കുട്ടികളെ ബ്രെയിന് പിന്നെ വർക്ക് ചെയ്യും, അവരുടെ സ്കിന്ന് നന്നാവും, ശരീരത്തിൽ നിന്ന് അനാവശ്യമുള്ള വെള്ളം എല്ലാം അതും റിമൂവ് ആവൂലേ. ഭയങ്കര നല്ല ഹെൽത്ത് വൈസ് ഈ ഓട്ടോ ഒക്കെ ഭയങ്കര നല്ലതാ. അവരെ മസിൽസും എല്ലും സ്റ്റോൺ അതൊക്കെ പിന്നെ ഹെൽത്തി ആവും. അപ്പൊ അങ്ങനെ എല്ലാ സ്കൂളിലും അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോ. പിന്നെ ലിമിറ്റ് സ്ക്രീൻ ടൈം കാര്യമായിട്ട് കുറയ്ക്കുക. പിന്നെ ടീച്ച് ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ്. ഇപ്പൊ നമ്മളെ കുട്ടികളോടും നമ്മള് മറ്റേ എന്താ പറയാ, സ്ട്രീറ്റ് ഫുഡ് കഴിക്കരുത്, പിന്നെ മറ്റേ ഫാസ്റ്റ് ഫുഡ് കഴിക്കരുത് എന്ന് പറഞ്ഞാൽ കുട്ടികളാവട്ടെ നമ്മളും കേൾക്കൂല അല്ലെ. കുറച്ച് കഴിയുമ്പോ ഒരു ദിവസം നമുക്കൊരു ബ്രോസ്റ്റഡും പിന്നെ മറ്റേ ചില്ലി ചിക്കനും മറ്റേ എന്താ പറയാ മന്തിയൊക്കെ കഴിക്കാൻ ഒരു പൂതി ഉണ്ടാവും. അത് വല്ലപ്പോഴും മന്ത്ലി ഒരിക്കലൊറ്റ ആക്കുക. എന്നിട്ട് വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡ് തന്നെ മാക്സിമം കഴിക്കാൻ കളർഫുൾ ആക്കിയിട്ട് കൊടുക്കാം അല്ലെ നമുക്ക്. പിന്നെ ഈ ഹെൽത്ത് വൈസ് ഉണ്ടാക്കുന്ന മറ്റേ നൂഡിൽസ് ഒക്കെ ഉണ്ട്, ആരടുത്തെന്ന് അറിയോ, എന്താണ് RCMന്റെ അടുത്ത്. അത് ഭയങ്കര ഹെൽത്തിയാ. അപ്പൊ ആ നൂഡിൽസ് വാങ്ങി കുറെ പച്ചക്കറികളും അതും ഇതൊക്കെ മുറിച്ചിട്ട് ബട്ടറൊക്കെ ചേർത്തൊക്കെ കൊടുത്താല് കുട്ടികൾക്ക് ഇഷ്ടാവുകയും ചെയ്യും, കളർഫുൾ ആകുമ്പോൾ അവർ കഴിക്കുകയും ചെയ്യും, നമുക്കും കഴിക്കാം അല്ലെ. കുറെ വെജിറ്റബിൾ ചേർത്താലും നമുക്കും കഴിക്കാം. അപ്പൊ അതുപോലെ ഫുഡ് നമ്മളെ ട്രഡീഷണൽ അരി, ചോറ്, കറി അങ്ങനത്തെ ഒക്കെ മാറ്റിയിട്ട് ഹെൽത്തി ഫുഡിന്റെ റെസിപ്പി അടിച്ചു നോക്കിയാൽ യൂട്യൂബിൽ ഇഷ്ടമാതിരി കിട്ടും, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന. അപ്പൊ അങ്ങനെ കണ്ട ഫുഡുകൾ, തൈര് മിക്സ് ആക്കിയിട്ട്, പുളിക്കാത്ത തൈര് അല്ലെ, അതൊക്കെ മിക്സ് ചെയ്ത്, പിന്നെ മറ്റേ മയോണീസ് സോസിന് പകരം മയോണീസ് ഭയങ്കര പ്രശ്നക്കാരനാണ്. അപ്പൊ അതുകൊണ്ട് തൈരൊക്കെ മിക്സ് ചെയ്തിട്ടൊക്കെ കൊടുക്കാം. അങ്ങനെ പിന്നെ ഇസ്ലാമിക വീക്ഷണത്തിൽ ഒബീസിറ്റി പിന്നെ വളരെ അല്ലെ, അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, കൂലു വഷ്റബു വലാ തുസ്രിഫു, നിങ്ങൾ കഴിച്ചോളൂ, തിന്നോളൂ, കുടിച്ചോളൂ, പക്ഷെ അതിര് കടക്കരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശാരീരിക വ്യായാമം പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നതിനുള്ള ഒരു ഏറ്റവും വലിയ തെളിവാണ് നീന്തൽ, അമ്പെയ്ത്ത്, കുതിരവായ്പ്, യുദ്ധത്തിൽ പങ്കെടുക്കൽ എന്നിവയെ പ്രോത്സാഹിപ്പിച്ചിരുന്നു അല്ലെ. സ്വസ്ഥതയും ആരോഗ്യവും സൂക്ഷിക്കുന്നതിന് ഒരു ദൗത്യമായി ഇസ്ലാമിൽ കണക്കാക്കപ്പെടുന്നു. നീയും നിന്റെ ശരീരവും തമ്മിൽ അവകാശമുണ്ട് എന്ന് ഹദീസ് നമുക്ക് വ്യക്തമാണ് അല്ലെ. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ, ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുള്ള, ആയിഷ റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നിട്ട് 3 ചെറുപ്പക്കാർ പറഞ്ഞു, ഞാനിനി ഉറങ്ങിയില്ല, തഹജ്ജുദ് നിസ്കരിക്കും, ഞാനിനി നോമ്പ് പിടിക്കും, എല്ലാ ദിവസവും നോമ്പ് പിടിക്കാൻ പോകണം. ഒറ്റ പറഞ്ഞു, ഞാൻ കല്യാണം കഴിക്കുന്നില്ല, ഞാൻ വെറും ദീനായിട്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ച് ഉപദേശിച്ചത് നമ്മളൊക്കെ കേട്ടതാണല്ലോ അല്ലെ. അപ്പൊ നമുക്ക് നമ്മുടെ ശരീരത്തോട് ബാധ്യതയുണ്ട്. ബാധ്യതയിൽ എന്താ പറ്റുന്ന എക്സസൈസ്, ഈ നമസ്കാരം തന്നെ നല്ലൊരു എക്സസൈസ് ആണ്. ബട്ട് ഒരു 40-50 ഒക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് ഊര വളയുന്നില്ല, കാല് വളയുന്നില്ല, വേദന, അത് ഇത് അങ്ങനെ പല പ്രശ്നം ഈവൻ എനിക്ക് പോലും ഉണ്ട്. എനിക്ക് പിന്നെ കാലിനൊക്കെ ഓരോ അപകടം പറ്റിയത് കൊണ്ടായിരിക്കാം. എന്നാലും അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആ എക്സസൈസ് മുടങ്ങുന്നു. അപ്പൊ അതിന് പകരം നമ്മൾ എന്തെങ്കിലുമൊക്കെ എക്സസൈസ് കണ്ടെത്തേണ്ടതാണ് അല്ലെ. ഇസ്ലാമിലെ ഭക്ഷണത്തിന്റെ മിതത്വത്തിന്റെ കാര്യത്തിൽ ഒബിസിറ്റിയുടെ പശ്ചാത്തലത്തിൽ നമുക്കൊരു ആയത്ത് പരിശോധിക്കാം അല്ലെ. സൂറത്തുൽ ഹാഖയിലെ 24-ാമത്തെ ആയത്തിൽ കൂലു വഷ്റബു ഹനീഅം ബിമാ അസ്ലംതും ഫിൽ അയ്യാമിൽ ഖാലിയ. എന്താണ് അതിന്റെ അർത്ഥം അറിയാമോ? അതായത് കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ നിങ്ങൾ ധാരാളമായിട്ട് പിന്നെ മുൻകൂട്ടി ചെയ്ത്, അതായത് നോമ്പ് നോറ്റ് പട്ടിണിയൊക്കെ കിടന്നിട്ടുണ്ട്. അതാണ് ഇവിടെ വിവക്ഷ, അത് ഡയറക്ട്ലി പറയുന്നില്ല എന്ന് മാത്രം. അതുകൊണ്ട് നിങ്ങൾ ആനന്ദത്തോടെ തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുക. അതെപ്പോഴാണ് അള്ളാഹ് നമ്മളോട് പറയാ? എപ്പോഴാ പറയാ? കൂലു വഷ്റബു ഹനീഅം ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ അല്ലെ. സ്വർഗത്തിൽ വെച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് പറയുന്ന ഡയലോഗാണ് അതിലെ. അതാ ഫഹുവ ഫി ഈശത്തി റാളിയ, അവരൊരു അതൃപ്തികരമായ ജീവിതത്തിലായിരിക്കും. ഫി ജന്നത്തിൻ ആലിയ, ഉന്നതമായ സ്വർഗത്തിൽ, ഖുതൂഫുഹാ ദാനിയ, അവയിലെ പഴങ്ങൾ
വരുന്നു അല്ലെ. നമ്മള് സ്വർഗത്തില് ഫ്രണ്ട്സിനോട് കൂടെ ഒരു മരത്തിന്റെ ചോട്ടിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ കൈ ഏന്തുമ്പോ പഴങ്ങൾ നമ്മുടെ അടുത്തേക്ക്, ഇപ്പൊ സാധാരണഗതിയിൽ മാവും പ്ലാവും ചക്കയൊക്കെ എവിടെയോ ആയിരിക്കലും ഉണ്ടാകുക, നമുക്ക് ഒരിക്കലും കിട്ടൂല. അത് പറിക്കാൻ ആളെ വിളിക്കണ അയാൾക്ക് 2000 കൊടുക്കണം അല്ലെ. ഇപ്പൊ അതല്ല. അപ്പൊ സ്വർഗത്തിലെ പഴങ്ങളൊക്കെ നമ്മൾ കൈ ഏന്തുമ്പോ അവരും അതിങ്ങോട്ട് വരും. അത്രയ്ക്ക് നല്ല പഴങ്ങളൊക്കെ ആയിരിക്കും കിട്ടുക അല്ലെ. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ സ്വർഗത്തിലേക്ക് അള്ളാഹു മാടി വിളിക്കുന്നു. അവിടെ പോയാൽ നമുക്ക് ഇഷ്ടമായ ഭക്ഷണം കഴിക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട്. എന്നിട്ട് പിന്നെ എന്തിനാ നമ്മൾ ഇങ്ങനെ ഇവിടുത്തെ ഭക്ഷണത്തുമ്പോൾ ഇങ്ങനെ കന്ന് കിടക്കുന്നില്ലേ. ഇപ്പൊ നമ്മളിപ്പോ വിരുന്നൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ആക്ച്വലി എന്തെങ്കിലുമൊക്കെ ആളെ കൂടെ തിന്നു പോകും, അല്ലെങ്കിൽ ഞാൻ അത് തിന്നൂല ഞാൻ ഇത് തിന്നൂല എന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോ അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമ്മളെ കൂടെ ഉള്ളവർക്കൊക്കെ അല്ലെ. അപ്പൊ അത് വേണ്ട. നമ്മൾ വിരുന്നൊക്കെ പോയി കഴിഞ്ഞാല് നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യാം. കഴിച്ചിട്ട് പിന്നെ വീട്ടിൽ വന്നാൽ കക്കിരി ജ്യൂസ് കുടിക്കാം, അന്ന് എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കാം, രാത്രി ഫുഡ് കഴിക്കാതെ വെക്കാം. അതല്ലെങ്കിൽ രാത്രി 6 മണിന്റെ നമുക്കൊരു ഹെൽത്തി വെൽത്തി എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്. ആ ഗ്രൂപ്പിൽ ഇതുപോലെ ഒരുപാട് ഹെൽത്ത് വൈസ് ഓരോ കാര്യങ്ങൾ ലേഡീസ് ഇടുന്നത് കാണാം അല്ലെ. ഒബീസിറ്റി കൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാ ഒബീസിറ്റി കൊണ്ടുണ്ടാവുക? ഒബീസിറ്റി കൊണ്ട് ഹൃദ്രോഗം, ഹൈപ്പർ ടെൻഷന്, പിന്നെ അൾഷിമേഴ്സ്, മറ്റേ ട്യൂമർ, ഞാൻ പറഞ്ഞില്ലേ ക്യാൻസർ ഇല്ലേ, പ്രമേഹം, ടൈപ്പ് 2 ഡയബറ്റീസ്, അസ്ഥിമജ്ജ, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, കാലിന്റെ വേദന, ശ്വാസകോശ പ്രശ്നങ്ങളിൽ നമ്മൾ ഒരുപാട് തടിച്ച് ഹൃദയത്തിന്റെ അവിടെ ഒന്നും ശ്വാസം വലിക്കാൻ കഴിയില്ല, മാനസിക പ്രശ്നങ്ങൾ, സെൽഫ് എസ്റ്റീം, ഡിപ്രഷൻ, ജീവിതകാലം കുറയുന്നു അല്ലെ. ഒരുപാട് തടിയായിട്ട് നടക്കുന്നവര് ചിലര് പെട്ടെന്ന് മരിച്ചു പോണതും കാണാം. അപ്പൊ ഇതുകൊണ്ട് ഒത്തിരി പ്രശ്നങ്ങളുള്ള ഒരു വിഷയമാണ് ഒബീസിറ്റി. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഒബീസിറ്റി കുറയ്ക്കുക തന്നെ വേണം. ബട്ട് ഞാൻ നിങ്ങൾക്ക് സന്തോഷം എന്ന് പറഞ്ഞത് ഇതാണ്, ഒബീസിറ്റി ഉണ്ടെന്ന് വെച്ച് നിങ്ങൾ ടെൻഷൻ അടിച്ച് നടക്കണ്ട. നോർമലി ഫുഡും കഴിച്ച് എക്സസൈസ് നന്നായി ചെയ്ത് 1 മാസോ 2 മാസമായിട്ട് ഒന്ന് നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് ജിമ്മിലോ ഏതൊക്കെ ട്രെയിനറുടെ അണ്ടറിലൊക്കെ വർക്കൗട്ട് ചെയ്ത് നന്നായിട്ട് കുറയ്ക്കുക. നന്നായിട്ട് കുറച്ച് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് കുറഞ്ഞാൽ പിന്നെ വല്ലാണ്ട് അങ്ങോട്ട് തടിക്കൂല അല്ലെ. നമ്മള് തടി കുറയൂല, എന്റെ തടി ഇങ്ങനെ തന്നെയാണ്, എനിക്ക് ഉപ്പന്റെ സൈഡിൽ നിന്ന് കിട്ടിയതാണ് അല്ലെ ഉമ്മാന്റെ സൈഡിൽ നിന്ന് കിട്ടിയാണെന്നൊന്നും പറഞ്ഞിട്ട് ഇരിക്കണ്ട. അതൊക്കെ പണ്ട്. അപ്പോൾ അതിനൊക്കെ ശാസ്ത്രം സൊല്യൂഷൻസ് കണ്ടെത്തില്ലേ. ശാസ്ത്രം ഒരുപാട് വളർന്നു അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലൊന്നും നമ്മൾ കളവ് ഇതൊന്നും പറഞ്ഞിരിക്കാൻ ഒരു വകുപ്പില്ല. അങ്ങനെ അപ്പോ ഈ തടി കൂടിയാൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഒരുപാടാണ് അല്ലേ. ഒബീസിറ്റി ഒഴിവാക്കണമെങ്കിൽ നമുക്ക് സമയമിതമായ വെച്ചാല് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുപാട് അരിഭക്ഷണങ്ങൾ കുറയ്ക്കുക. അരിഭക്ഷണം കുറയ്ക്കുമ്പോൾ നന്നായി വെയിറ്റ് കുറയുന്നുണ്ട്. പക്ഷെ പിന്നെ ചപ്പാത്തി കഴിക്കുമ്പോൾ ഷുഗർ ഒന്നും കാര്യമായിട്ട് കുറയില്ല, പക്ഷെ ചപ്പാത്തി കഴിക്കുമ്പോൾ വെയിറ്റ് കുറയും അരി കുറയ്ക്കുമ്പോൾ അല്ലെ. ദിവസം കുറച്ച് സമയം നിർബന്ധമായിട്ടും വ്യായാമത്തിനായിട്ട് മാറ്റി വെക്കുക. പിന്നെ വെള്ളം കൂടുതലായിട്ട് കുടിക്കുക. ഇപ്പൊ ഈ മഴക്കാലത്ത് വെള്ളം കുടിക്കൽ അത്ര പ്രാക്ടിക്കൽ അല്ലെങ്കിലും മഴ അങ്ങോട്ട് പിന്നോട്ട് പോയാൽ നമുക്ക് ഒരുപാട് വെള്ളം കുടിക്കാം അല്ലെ. ഓരോ സമയവും ഫുഡ് കഴിക്കുന്നതിന്റെ 1 മണിക്കൂർ മുമ്പ് 1/2 മണിക്കൂർ മുമ്പ് നന്നായിട്ട് നിങ്ങൾ വെള്ളം കുടിച്ചു നോക്കൂ. അപ്പൊ നമുക്ക് ഫുഡിനോടൊന്നും ഒട്ടും താല്പര്യം ഉണ്ടാവില്ല, കഴിക്കാൻ പറ്റേയില്ല അല്ലെ. അല്ലെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരു ഭാഗം വായു, ഒരു ഭാഗം ഫുഡ്, ഒരു ഭാഗം വെള്ളം അല്ലെ. അങ്ങനെയാണ് കഴിക്കേണ്ടത്. ഒന്നായിട്ട് ഒരുപാട് ഫുഡൊന്നും കഴിക്കരുത്, നമ്മൾ പ്രത്യേകം നിരോധിച്ച സംഗതിയാണ്. പിന്നെ മതിയായ ഉറക്കം അല്ലെ. ഉറക്കത്തിന്റെ വിഷയത്തിൽ നോ കോംപ്രമൈസ്. ശരിക്കും ഉറങ്ങുക തന്നെ വേണം. ഉറക്കമില്ലാഞ്ഞാല് നമ്മുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഒബീസിറ്റിയെ കുറിച്ചിട്ട് പറയാനുള്ളത്. അത് നമുക്ക് കാര്യമായിട്ട് ശ്രദ്ധിച്ചാൽ തന്നെ വെയിറ്റ് കുറയ്ക്കാം. ഇനി അഥവാ വെയിറ്റ് കുറയ്ക്കാനൊന്നും നമുക്ക് പറ്റുന്നില്ല, നമ്മൾ വെയിറ്റ് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു നേരൊക്കെ നന്നായിട്ട് ഭക്ഷണം കഴിക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് നന്നായിട്ട് എക്സസൈസ് ചെയ്യാം. പിന്നെ ഈ ഷുഗറിനെയും പ്രഷറിനെയും നമ്മുടെ 7 അയലത്ത് പോലും അടുപ്പിച്ചു പോകരുത്. അത് വരുമ്പോഴാണ് നമുക്ക് എന്ത് വരിക, പിന്നെ അതിന്റെ കൂടാണ് പിന്നെ സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും ഹാർട്ടിന് ബ്ലോക്കും അങ്ങനെ കണ്ട കാര്യങ്ങളൊക്കെ വരിക. ഷുഗർ പ്രഷർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴാണ്. അപ്പൊ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മാക്സിമം വിട്ടു നിൽക്കുക. അതൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടി എന്ന വിഷയത്തെ കുറിച്ചിട്ടൊക്കെ നമുക്ക് പിന്നീട് ഒരു ക്ലാസ്സിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാം ഇൻഷാ അല്ലാഹ് ബില്ലാഹി തൗഫീഖ്. പിന്നെ നോർമൽ ബോഡി
ടൈപ്സിലെ ചില ആളുകളൊക്കെ വളരെ ബോഡി നോർമലാണ്. അവര് പറഞ്ഞ പോലെ എന്ത് തിന്നാലും അല്ലെ, എന്ത് തിന്നാലും മെട്രോ ഓടാത്ത ഓട്ടോറിക്ഷ പോലെയാണ്. അത് ഇങ്ങനെ തന്നെ ഉണ്ടാവും. എത്ര കഴിച്ചാലും തടിക്കില്ല. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇതൊന്നും അവർക്ക് പേടിക്കണ്ട. അല്ല, ചിലർക്ക് എന്ന് വെച്ച് മെലിഞ്ഞിട്ടും വരുന്നുണ്ട് കേട്ടോ. പക്ഷെ അത്യാവശ്യം എക്സസൈസുകൾ ഇനിയിപ്പോ ഈ നോർമൽ ബോഡി ടൈപ്പുകാരാണെങ്കിൽ പോലും അവർക്കും എക്സസൈസ് കമ്പൾസറി ആണ്. എക്സസൈസ് ചെയ്തോളണം. ബിക്കോസ് സന്തോഷം, അതായത് ഹാപ്പി ഹോർമോൺ ഉണ്ടാക്കാനും ഹോർമോൺ റിലീസ് ചെയ്യാനും എനർജറ്റിക് ആയിരിക്കാനും നമുക്ക് പഠിക്കാനും ഓഫീസിലെ ഡ്യൂട്ടീസ് ഒക്കെ കൃത്യമായിട്ട് ചെയ്യാനും ഒക്കെ എന്ത് വേണം? നല്ല എനർജി വേണം. എനർജി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ നോർമൽ തടിയാണ്, ഞാൻ എത്ര തിന്നാലും തടിക്കൂല എന്നും പറഞ്ഞിട്ട് എക്സസൈസ് ഒന്നും എടുക്കാണ്ട് മടിച്ചൊരു മൂലയെ കുത്തിരിക്കരുത്. എക്സസൈസ് എല്ലാ പ്രായക്കാർക്കും നിർബന്ധമാണ്. ഈവൻ ചെറിയ കുട്ടികൾ മുതലേ ഇപ്പോൾ സ്കൂളുകളിലൊക്കെ എക്സസൈസ് പരിശീലിപ്പിക്കുന്നുണ്ട് അല്ലേ. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് 40 കഴിഞ്ഞ എക്സസൈസ് മതിയായിരുന്നു. പക്ഷെ ഇപ്പൊ സാധാരണ ചെറിയ കുട്ടികൾ മുതൽ എന്തായാലും 50 എബോവ് എക്സസൈസ് നിർബന്ധമാണ്. അപ്പൊ പലരും പറയും നമുക്ക് കാല് വേദന, കാലുകൊണ്ട് നടന്നുകൂടാ, അതാക്കിക്കൂടാ, ഇതാക്കിക്കൂടാ, പിന്നെ കാലിന്റെ എക്സസൈസ്. പക്ഷെ ഈ കാല് വേദനക്കാർക്കും ഒത്തിരി എക്സസൈസുകളൊക്കെ ഉണ്ട്. അത് ചോദിച്ചാൽ വേണമെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരാം അല്ലെ. അത്തരത്തിലുള്ള എക്സസൈസുകൾ കാല് വേദനക്കാർക്ക് ഉപയോഗം, അതായത് മുട്ടും മറ്റേ എല്ലും അങ്ങനെയൊക്കെ വേദനകളൊക്കെ വരുന്നത് മസിൽ പവർ കുറയുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് മസിൽ പവർ കൂട്ടാനുള്ള എക്സസൈസ് ഒക്കെ ധാരാളമായിട്ട് നമ്മുടെ ശരീരത്തിൽ അല്ല നന്നായിട്ട് ചെയ്യുന്നത് നമുക്ക് ഒരുപാട് ബെനിഫിഷ്യൽ ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ കാലുവേദന എന്നും പറഞ്ഞിട്ട് പുറത്തിറങ്ങാൻ പറ്റാണ്ടും എണി കയറാൻ പറ്റാണ്ടും ഇല്ലേ. ഇപ്പൊ അധികം ഹാളിൽ വരെ ലിഫ്റ്റുകൾ വെച്ച് തുടങ്ങി. മടിയന്മാർക്ക് ഭയങ്കര സുഖമായില്ലേ. ഞാൻ എൻ്റെ 2 കാല് ആക്സിഡന്റ് ആയിട്ടും ബുദ്ധിമുട്ടിയിട്ടും ഓപ്പറേഷൻ ചെയ്തിട്ടൊക്കെ ഞാൻ ഏണി കയറാൻ ശ്രമിക്കും. കാരണം പല സ്ഥലത്തും നമുക്ക് ഒരു ഫ്ലോർ എന്നെങ്കിലും കയറാണ്ടിരിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവില്ലേ. അപ്പൊ എനിക്ക് കാല് പറ്റൂല എന്നുള്ള താഴെ നിൽക്കേണ്ടി വരൂലേ. അപ്പൊ നിർബന്ധമാണ് ഏണി കയറൽ അല്ലേ. പിന്നെ ഈ ഊരവേദന അങ്ങനെ കണ്ട വേദനകൾക്കൊക്കെ ഡോക്ടേഴ്സ് റെസ്റ്റ് പറയുന്നത് കേൾക്കാം. പക്ഷെ റെസ്റ്റിന്റെ ഉള്ളിൽ കൂടെ തന്നെ ആ ഒരു പെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സസൈസുകളൊക്കെ പ്രൊമോട്ട് ചെയ്യും. അത് മാക്സിമം ചെയ്യുക. അപ്പം നോർമൽ ബോഡിന്റെ പ്രത്യേകിച്ചുള്ള ഗുണങ്ങൾ എന്താ വെച്ചാല് അവർക്ക് പ്രശ്നങ്ങൾ കുറവായിരിക്കും. പിന്നെ ഹൃദ്രോഗം, അതായത് ഹാർട്ട് അറ്റാക്ക്, ഷുഗർ, ഹൈപ്പർ ടെൻഷൻ മുതലായവയിലൊന്നും അധികം കാര്യമായിട്ട് ഉണ്ടാവില്ല. കൊളസ്ട്രോൾ, ശരീരത്തിലുള്ള കൊളസ്ട്രോൾ ഒക്കെ നിയന്ത്രിതമായിരിക്കും. മാനസിക ആരോഗ്യത്തിന് ഗുണം നൽകും. ആത്മവിശ്വാസം വർദ്ധിക്കും. മാനസിക സമ്മർദ്ദം കുറയും. സാമൂഹിക ഇടലുകൾ ഇളവോടെ നടക്കും അല്ലെ. പിന്നെ അവർക്ക് ഉറക്കം മെച്ചപ്പെടുന്നു. സീപ്രോപ്നിയ പോലത്തുള്ള അസുഖങ്ങളൊന്നും അവർക്ക് വരൂല. വിശ്രമം കൂടുതൽ ഫലപ്രദമായിട്ട് അനുഭവപ്പെടും. ഇതൊക്കെ നോർമൽ ബോഡി ടൈപ്പുകാരെ ഗുണങ്ങളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഹാപ്പിയാണ് അല്ലെ. ഇപ്പൊ ഒരു ഉമ്മന്റെ മക്കൾ തന്നെ ചിലര് നോർമൽ ആയിരിക്കും, ചിലര് ഒരുപാട് ഭക്ഷണം കഴിച്ചാലും തടിക്കില്ല അല്ലെ. ചിലരാണെങ്കിലോ ഒന്നും കഴിക്കാതെ തടിക്കും. എല്ലാ ടൈപ്പ് മക്കളും എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഇന്ധനക്ഷമമായ ശരീരത്തിൽ അലസതയില്ലാതെ പ്രവർത്തിക്കാൻ കഴിയും. ഈ നോർമൽ ബോഡി ടൈപ്പുകാർക്ക് ശാരീരിക ചലനശേഷി ഉയരും. ഫിറ്റ്നസ് ലെവൽ കൂടും. ഹോർമോൺ ബാലൻസ് ക്രമീകരണം സാധാരണ നിലയിൽ ഉണ്ടാകുന്നു. സ്ത്രീകളിൽ മാനസിക ചക്രം ക്രമമായി നടക്കാൻ സാധിക്കുന്നു. പിന്നെ ദീർഘായുസിനുള്ള സാധ്യത കൂട്ടുന്നു. ഈ നോർമൽ ബോഡി ടൈപ്പുകാർക്ക് ദീർഘായുസിന് സാധ്യതയും കൂടും. ഇനിയിപ്പോ അവര് എന്തെങ്കിലും കാരണവശാല് ബെഡ് റിഡൻ ആയി പോയാൽ പോലും അവർക്ക് ശുശ്രൂഷിക്കുന്നവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം എളുപ്പമായിരിക്കും, ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലെ. ഇസ്ലാമികമായിട്ട് നോക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ദേഹത്തിനും മനസ്സിനും സുഖകരമായ ജീവിതമാണ് ആഗ്രഹിക്കുന്നത്. ഇസ്ലാമിക വ്യവസ്ഥയിൽ ശരീരത്തിന്റെ അവകാശം പോലെ തന്നെയാണ് മനസ്സിന്റെയും ഒക്കെ അവകാശങ്ങളിലെ. ആരെയും മാനസികമായിട്ട് പീഡിപ്പിക്കാനോ ഒരുപാട് ഭക്ഷണം കഴിക്കാനോ ഒബിസിറ്റിക്കാരെ പരിഹസിക്കാനോ മെലിഞ്ഞവരെ പരിഹസിക്കാനോ ഒന്നും ഇസ്ലാമിക ചര്യ നമ്മളോട് കൽപ്പിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് പിന്നെ മെലിഞ്ഞ, അതായത് സ്കിന്നി ടൈപ്പ് ബോഡി ഉള്ളവർക്കുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ.
ഒരു മിനിറ്റ്. അപ്പൊ മെലിഞ്ഞ ആളുകൾ, അതായത് മെലിഞ്ഞ ആളുകൾ അല്ലെ, ആരോഗ്യപ്രദമായിട്ട് അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട് അല്ലെ. അവർക്ക് അവരുടെ ശരീരത്തിൽ ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട്. സ്കെൽറ്റൻ പ്രകൃതിക്കാർ അല്ലെ. അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ മെച്ചപ്പെട്ട മെറ്റാബോളിസം. സാധാരണയായി മെലിഞ്ഞ ആളുകൾക്ക് ഉയർന്ന മെറ്റാബോളിസം ഉണ്ടാകും. ശരീരഭാരം കൂടുന്നത് തടയാൻ സഹായിക്കുന്നു. അതുകൊണ്ട് അവരുടെ ശരീരഭാരം ഒരിക്കലും കൂടുകയില്ല. ഹൃദയാരോഗ്യം അല്ലെ, അമിതഭാരമുള്ളവരെ അപേക്ഷിച്ച് സ്കെൽട്ടൻ പ്രകൃതിക്കാർക്ക് ഹൃദയത്തിന്റെ ആരോഗ്യം, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ എന്ന് വെച്ച് ടോട്ടലി 0% എന്ന് പറഞ്ഞുകൂടട്ടോ. ചിലർക്ക് പിന്നെ ഈ മെലിഞ്ഞാൽ പോലും അസുഖങ്ങൾ ഉള്ളവരെയും കാണാം നമുക്ക്. പിന്നെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, ഉയർന്ന രക്തസമ്മർദ്ദം, പ്രമേഹം എന്നിവ വരാനുള്ള സാധ്യത തുലവും കുറവാണ്. പിന്നെ കൂടിയ ഊർജം, ഭാരം കുറവായത് കൊണ്ട് തന്നെ ശരീരത്തിന് പിന്നെ കൂടുതൽ അധ്വാനിക്കാൻ സാധിക്കും. ഊർജം പിന്നെ ചെലവഴിക്കാനും ഊർജ്ജസ്വലരായിരിക്കുവാനും അല്ലെ. ഇപ്പൊ മെലിഞ്ഞിട്ടുള്ള ആളുകളൊക്കെ കുട്ടികളൊക്കെ ഒക്കത്തെടുത്ത് കുറെ ദൂരം നടക്കുകയും വീട്ടിലെ പണികളൊക്കെ തീർത്താലും അവര് വേർക്കുകയോ കിതക്കുകയോ ഒന്നും ചെയ്യില്ല അല്ലെ. ബട്ട് അവർ ഹെൽത്തിയാണ്. മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ രോഗങ്ങളും തുലവും കുറവായിരിക്കും. ബട്ട് കാണുമ്പോൾ ഒരു ലുക്ക് ഉണ്ടാവില്ല അല്ലെ, ക്ഷീണിച്ച പോലെ ഇരിക്കും. എന്നിരുന്നാലും തടിച്ചവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവർക്ക് തന്നെയാണ് കൂടുതൽ ജോലികൾ ചെയ്യാൻ പറ്റുക അല്ലെ. നമുക്കറിയാം തടിച്ചവരെക്കാളും ഒരുപാട് പണിയെടുക്കുന്നത് മെലിഞ്ഞവർ തന്നെയാണ്. പക്ഷെ ആൾക്കാരോട് സിമ്പതി ഉണ്ടാവും അല്ലെ. അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ ആളുകളെ ബോഡി ഷെയിം ചെയ്യുകയും ഇങ്ങനെ കളിയാക്കുകയൊക്കെ ചെയ്താൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സിമ്പതി കിട്ടാൻ വകുപ്പുണ്ട് അല്ലെ. പിന്നെ സന്ധിവേദന കുറവ്, ശരീരഭാരം കുറവായതിനാൽ സന്ധികളിൽ സമ്മർദ്ദം കുറയുകയും സന്ധിവേദന, കാലുവേദന, നീർക്കെട്ട്, കഴുത്തുവേദന, പുറംവേദന മുതലായ അസുഖങ്ങൾ കുറവായിരിക്കും അല്ലെ. ചില അസുഖങ്ങളുടെ സാധ്യതകൾ താഴെ തുലവും കുറവാണ്. അതായത് അർബുദ, ക്യാൻസർ, സ്ലീപ്പ് അപ്നോമിയ മുതലായ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയും അവർക്ക് വളരെ കുറവാണ്. പിന്നെ മെലിഞ്ഞവർക്കുള്ള ഒരു ദോഷം എന്താണെന്ന് വെച്ചാല് രോഗപ്രതിരോധ ശേഷി കുറവ് അല്ലെ. അവർക്ക് രോഗപ്രതിരോധ ശേഷി കുറയുന്നത് നിമിത്തം പോഷകാഹാരങ്ങളുടെ കുറവിന് കാരണമാവുകയും ഇടയ്ക്കിടയ്ക്ക് രോഗങ്ങൾ വരികയും അണുബാധകൾ വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. പിന്നെ തടിച്ച പ്രകൃതമുള്ള ഹസ്ബൻഡ് മെലിഞ്ഞ വൈഫും ആണെങ്കിൽ ഹസ്ബൻഡിന് ഒരു താല്പര്യക്കുറവ് അങ്ങനെയൊക്കെ ചിലരിൽ ഉണ്ടാകാം. പിന്നെ ഡ്രസ്സൊക്കെ ചെയ്താൽ ചിലപ്പോൾ തീരെ മെലിഞ്ഞ ആളുകളാണെങ്കിൽ ഭംഗി ഉണ്ടാകില്ല. പക്ഷെ ഈ ന്യൂജൻ ട്രെൻഡ് അനുസരിച്ച് ഏറ്റവും മെലിഞ്ഞത് ആരാണോ അവർക്കാണ് ഭംഗി എന്നാണ് അവർ പറയപ്പെടുന്നത്. അതുകൊണ്ട് ആരും പോയി തടിപ്പിക്കാൻ ശ്രമിക്കേണ്ട. പിന്നെ ബലഹീനമായ എല്ലുകൾ, ആവശ്യത്തിന് പോഷകങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ എല്ലുകളുടെ വളർച്ചയും മോശമാക്കുകയും ഓസ്റ്റിയോപൊറോസിസ് പോലുള്ള അവസ്ഥകളിലേക്ക്, അപ്പൊ മുട്ടുവേദന അല്ലെ, എല്ലിന്റെ ഉള്ളിലൊക്കെ മാംസവും മജ്ജയൊക്കെ കുറവാണെങ്കിൽ അവർക്ക് മുട്ടുവേദന, കണകണ്ട അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ പേശീബലം, മെലിഞ്ഞ ആളുകൾക്ക് പേശീബലം കുറയുവാൻ സാധ്യതയുണ്ട്. ദൈനംദിന ജീവിത സാഹചര്യങ്ങളിൽ അവർക്ക് അത് ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നാം. പിന്നെ അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ വിറ്റാമിനുകളുടെയും ധാതുക്കളുടെയും കുറവ്, താരതമ്യേന കമ്പാരിറ്റീവ്ലി വേണ്ടത്ര ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് തന്നെ ശരീരത്തിൽ വിറ്റാമിൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, മഗ്നീഷ്യം അങ്ങനെ ഒരുപാട് മൂലകങ്ങൾ ഉണ്ടല്ലോ, അതൊക്കെ ചിലപ്പം കുറവായത് കൊണ്ട് തന്നെ അവർക്ക് ക്ഷീണമൊക്കെ അനുഭവപ്പെടാം മറ്റുള്ളവരെക്കാൾ അല്ലെ. ക്ഷീണവും തണുപ്പും ശരീരത്തിന് ആവശ്യത്തിന് ഊർജമില്ലാത്തതിനാൽ എളുപ്പത്തിൽ ക്ഷീണിക്കാനും തണുപ്പ്. അങ്ങനത്തെ പ്രകൃതക്കാർക്ക് ബോഡി ടൈപ്പ് എങ്ങനെയാ വെച്ചാൽ നല്ലോണം തണുപ്പായിരിക്കും അവർക്ക് അനുഭവപ്പെടുക അല്ലെ. മെൻസ്ട്രൽ പ്രോബ്ലംസിൽ അമിതമായി മെലിഞ്ഞ ശരീര പ്രകൃതിയുള്ള സ്ത്രീകളിൽ തെറ്റുകയോ നിലക്കുകയോ ചെയ്യാം. ഇത് പ്രത്യുൽപാദനത്തെ ആരോഗ്യത്തെ ബാധിക്കും അല്ലെ. ചിലർക്ക് മെൻസസ് നിന്ന് പോവും. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ബ്ലീഡിങ് തുലവും കുറവായിരിക്കും. അങ്ങനെയും വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ സാമൂഹിക സമ്മർദ്ദം, സമൂഹത്തിൽ ആളുകൾക്ക് ആരോഗ്യകരമല്ലാത്ത രൂപമാണെന്ന് വിമർശനങ്ങൾ നേരിടേണ്ടി വരും അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊക്കെ ഒരുപാട് തടിച്ചിട്ടും കേട്ടു മെലിഞ്ഞിട്ടും കേട്ടു അല്ലെ. അപ്പൊ തടിച്ചാലും പ്രശ്നം എന്നാണ്, മെലിഞ്ഞാലും പ്രശ്നമാണ് അല്ലെ. അള്ളാഹു അഹ്സനുൽ ഖാലിഖീൻ ആണെങ്കിൽ കൂടി നമുക്ക് അള്ളാഹു തന്നിട്ടുള്ള ആരോഗ്യത്തെ കുറിച്ചിട്ട് മറ്റുള്ളവർക്ക് കമന്റ്സ് പാസ്സാക്കാൻ എളുപ്പമാണ്. അത് കേട്ട് ഒട്ടേറെ ആളുകൾ വിഷമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആക്ച്വലി അതിന്റെ ആവശ്യമില്ല അല്ലെ. അവര് പറഞ്ഞെന്ന് വെച്ചിട്ട് നമുക്ക് ആരോഗ്യം കൂടുകയില്ല, പറഞ്ഞിട്ടില്ല എന്ന് വെച്ചിട്ട് കുറയേയില്ല. അത് നമുക്ക് തന്ന അള്ളാഹു തന്ന എന്താ പറയാ
അനുഗ്രഹീതമായ സമ്പാദ്യമാണ് നമ്മുടെ ആരോഗ്യം അല്ലെ. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇനി തടി ഉണ്ടെങ്കിലും എല്ലാം ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ലിസ്റ്റിലൊക്കെ ഓരോരുത്തരുണ്ട് നല്ല തടിയന്മാരാ. പക്ഷെ എന്താ എൻജോയ്മെന്റ് ഒക്കെ ഓരോ കാര്യങ്ങളൊക്കെ വന്നാൽ അവരൊക്കെ ഓടിക്കതിച്ച് ചെന്നിട്ട് പിന്നെ പറയാം എന്റെ കാലം അങ്ങനെ ആയിപ്പോയി. കാരണം ആരോഗ്യത്തോടൊപ്പം തന്നെ അവർക്ക് ഒരു പിടി വേദനകൾ ഉണ്ടാവുമല്ലോ, അങ്ങനെ പറയും. പക്ഷെ ഞാൻ വിചാരിക്കും ഈ ഒബിസിറ്റി വെച്ചിട്ട് ഇവർ ഇതൊക്കെ ചെയ്യുന്നു. കാരണം നമ്മൾ ചെയ്യുന്നതിനേക്കാൾ ഏറെ അവർ ചെയ്യും അല്ലെ. അതൊക്കെ ഓരോ മനസ്സിന്റെ ഇതാണ്. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും തടിച്ചാലും മെലിഞ്ഞാലും അതൊക്കെ അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങളാണ്. നിഅമത്തില്ലാഹിലെ, അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ നമ്മൾ എപ്പോഴും വാല്യൂ കൊടുക്കണം. അത് ഇപ്പൊ ഒരു തടിയില്ല, എല്ലാം ആരോഗ്യമൊക്കെ നോർമലാണ്. നമുക്ക് എന്തെങ്കിലും വലിയ അസുഖം വന്നാലോ അപ്പൊ ഈ ആരോഗ്യം കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ നോർമൽ തടിയും പിന്നെ ഡാർക്ക് കളറുള്ളവരും ലൈറ്റ്, അതായത് നല്ലോണം വെളുത്തവര് മാത്രമാണ് ഭൂമിയിൽ എന്ന് വിചാരിച്ചു നോക്കി. അപ്പൊ ഡാർക്ക് കളർ ഇല്ലെങ്കിൽ ആ വെളുത്തവർക്ക് ഒരു ഇതുണ്ടാവില്ല, എന്തുണ്ടാവും, വാല്യൂ ഉണ്ടാവില്ല അല്ലെ. വലിപ്പം ഡാർക്ക് ഉള്ളവര് ഉണ്ടെങ്കിലല്ലേ നമ്മൾ പറയപ്പം കണ്ടില്ല, ഇംഗ്ലീഷുകാരൊക്കെ ഒരുപാട് തൊലി വെളുത്തവരാ. പക്ഷെ അവര് സ്കിന്ന് കളറ് മാറ്റാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും, നല്ല വെയിലത്ത് കടാപ്പുറത്ത് പോയി കിടക്കും അല്ലെ. അവർക്ക് സ്കിന്ന് വെളുപ്പ് വേണ്ട. പക്ഷെ നമ്മൾ ഇന്ത്യക്കാരെന്ന് പറയുന്നത് മീഡിയം കളർ ആയതുകൊണ്ട് തന്നെ അത് നമ്മളെ നേച്ചറാണ് അല്ലെ. ഓരോരുത്തർക്കും ഓരോ തരത്തിലാണല്ലോ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ അത് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് തടിയാലും, തടി കുറഞ്ഞാലും കൂടിയാലും ഒക്കെ, എന്നാലും കൂടിയ തടിക്കാര് മാക്സിമം കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി കുറഞ്ഞ തടിക്കാർക്ക് ലുക്കും ഗ്ലാമറും ഒക്കെ ഉണ്ടാക്കാൻ, ഇപ്പൊ തടി കുറഞ്ഞു പോയി പക്ഷെ നമ്മൾ ഡ്രസ്സ് ഇട്ടിട്ടൊന്നും ഒരു സ്റ്റൈലില്ല, ഒരു ഗ്ലാമർ ഇല്ല, അങ്ങനെയൊക്കെ വരുത്തുമ്പോൾ നമ്മുടെ ഫേസ് ഒരു തിക്ക് വണ്ണം കൂട്ടി തോന്നിക്കാനും ഷോൾഡർ ഒക്കെ നല്ല ലെവലിൽ നിൽക്കാനും അങ്ങനെ കണ്ട കുറെ ടിപ്സ് ഒക്കെ ഉണ്ട്. അത് വേണമെങ്കിൽ ചോദിച്ചാൽ ഞാൻ പേഴ്സണലി പോസ്റ്റ് ചെയ്ത് തരാം. അതിന് ഓപ്പൺ പിന്നെ യൂട്യൂബിലൊന്നും പറയാൻ പിന്നെ വീഡിയോസ് ഇടാനൊന്നും പറ്റൂലാലോ, അങ്ങനെ ഒന്നുണ്ട്. ഇപ്പൊ മെലിഞ്ഞ ആളുകളും തീരെ ഒന്നും ഇതിനെ കുറിച്ചും പിന്നെ ബോധേഡാവേണ്ടത് ആവശ്യമില്ല, വിഷമിക്കുകയും വേണ്ട. കാരണം നമുക്ക് അത് മെച്ചപ്പെടുത്തി, അതായത് ഒരു ലേഡി എന്നോട് പറയും, ഞാൻ എത്ര പിന്നെ ഭക്ഷണം കഴിച്ചാലും ഇവിടെ വന്നാൽ ആരെങ്കിലും ചോദിക്കും മോളെ ഉമ്മ ഇവിടെ, കാരണം ഓളെ വീടാണ് അത്, എന്നിട്ട് പോലും ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നു. അതാണ് എന്റെ വിഷമം. നമ്മളാണെങ്കിൽ വിചാരിക്കും ഹയർ, എനിക്ക് പ്രായം കുറഞ്ഞല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ ആ സ്ത്രീക്ക് അങ്ങനെ ചോദിക്കുന്നതാണ് കുറവ്. അപ്പൊ അതുപോലെ നമ്മൾ തടിച്ചാലും മെലിഞ്ഞാലും ഒക്കെ അതിന് അതിൻ്റെതായ ഒരു ഇതുണ്ട്. പക്ഷെ ഈ കുറഞ്ഞ തടിയിൽ തന്നെ തടി കൂട്ടാതെ തന്നെ നമ്മളൊരു ലുക്കും ഗ്ലാമറും ഒക്കെ ഉണ്ടാക്കാനുള്ള ഒരു ഷോൾഡറിന്റെ എക്സസൈസും പിന്നെ ഫേഷ്യൽ എക്സസൈസുകളൊക്കെ ഉണ്ട്. അത് വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് കിട്ടുമ്പോൾ ഞാൻ പിന്നെ യൂട്യൂബിൽ ഇടൂല, പേഴ്സണലി വേണമെങ്കിൽ അയച്ചുതരാം ഇൻഷാ അല്ലാഹ്. അപ്പൊ അങ്ങനെ ശരീരഭാരത്തിന്റെ വിഷയത്തിൽ നമ്മൾ ആരും തന്നെ ഒട്ടും തന്നെ പിന്നെ വിഷമിക്കേണ്ടതില്ല, ടെൻസ്ഡ് ആവേണ്ടതില്ല. അത് അള്ളാഹുവിൽ നിന്നുള്ള അമാനത്താണ് അല്ലെ. അള്ളാഹു പിന്നെ എന്താണ്, മോമിനുകളോട് ഭയങ്കരമായ ഹുബുള്ളതാണ്. ആയ ഹുബിൽ പെട്ടത് തന്നെയാണ് നമ്മളെ കളറായാലും നമ്മളെ തടിയായാലും നമ്മളെ മെലിഞ്ഞ ശരീരമായാലും തടിച്ച ശരീരമായാലും നമ്മുടെ അനുഗ്രഹങ്ങളൊക്കെ. അത് നമ്മെ അത് പറഞ്ഞ് പരിഹസിക്കുന്നവരിലൂടെ നമുക്ക് ഒരുപാട് പ്രതിഫലം തരാനും കൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നു എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ്.